ആധുനിക യുഗത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒന്നാണല്ലോ പോഡ്കാസ്റ്റുകൾ. ഇവിടെ വ്യത്യസ്തമായ രീതിയിൽ നോമ്പ് എന്ന വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുവാനും ആശയവിനിമയം നടത്തുവാനും 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പോഡ്കാസ്റ്റ് അവതരണം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നമ്മുടെ പോഡ്കാസ്റ്റിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വിഷയം നോമ്പാണ്. വളരെ സുപരിചിതമായ വിഷയമാണെങ്കിലും പലർക്കും നോമ്പിന്റെ പല കാര്യങ്ങളെക്കുറിച്ചും ഇപ്പോഴും ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ നോമ്പിനെ കുറിച്ചുള്ള ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടല്ലോ, അത് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കുന്നതിനായി ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. ദീനി വിദ്യാഭ്യാസ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന അൽ ഹിജാസ് ഇസ്ലാമിക് അക്കാദമിയിലെ സീനിയർ വിദ്യാർത്ഥിയാണ് ഇദ്ദേഹം. കഴിഞ്ഞ ബോർഡ് എക്സാമിൽ ഫുൾ എ+ കൂടിയുള്ള വിജയം കരസ്ഥമാക്കിയ എന്റെ പ്രിയ സുഹൃത്താണ് നാസിർ ബിൻ കമാലുദ്ദീൻ. ഇദ്ദേഹത്തെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എന്താണ് സുഹൃത്തെ നോമ്പെന്ന്? ഇബാദത്തിന്റെ നിയത്തോടുകൂടി ഫജർ ശോധിക്കുന്നതും സൂര്യാസ്തമയം വരെ ഭക്ഷണപാനീയങ്ങളും മറ്റും ഒഴിവാക്കുന്നതിനാണ് നോമ്പ് എന്ന് പറയുന്നത്. നോമ്പിന്റെ സന്തോഷങ്ങൾ ഏതൊക്കെയാണ്? നോമ്പുകാരന് 2 സന്തോഷങ്ങളാണ് ഉണ്ടാവാറുള്ളത്. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷവും, 2 അല്ലാഹുവിനെ കാണുമ്പോഴുള്ള സന്തോഷവും. റമദാനിലെ നോമ്പ് കാരണമില്ലാതെ ഉപേക്ഷിക്കുന്നതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? റമദാനിലെ നോമ്പ് മതപരമായ കാരണങ്ങളില്ലാതെ ഉപേക്ഷിച്ചാൽ തന്റെ ജീവിതകാലം മുഴുവനും ആ നോമ്പ് ഖളാ വീട്ടിയാലും അതിന് തുല്യമായ പകരം ആവുകയില്ല. ഫർളായ നോമ്പുകൾ ഏതൊക്കെയാണ്? ഓരോ വർഷത്തിലെയും റമദാൻ മാസത്തിലെ നോമ്പുകൾ ഫർളാണ്. റമദാനിലെ നഷ്ടപ്പെട്ട നോമ്പ് ഖളാ വീട്ടലും നേർച്ചയ്ക്ക് നോമ്പ് ഫർളാണ്. സുന്നത്ത് നോമ്പുകളോ? അറഫ നോമ്പ്, മുഹറം 9, 10 നോമ്പുകൾ, ശവ്വാലിലെ ആദ്യത്തെ 6 ദിവസങ്ങളിലെ നോമ്പുകൾ എന്നിവയൊക്കെ സുന്നത്ത് നോമ്പുകളാണ്. നോമ്പനുഷ്ഠിക്കൽ കറാഹത്താകുന്ന അഥവാ ഉചിതമല്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണ്? വെള്ളിയാഴ്ച മാത്രമേ നോമ്പ് പിടിക്കൽ കറാഹത്താണ്. പക്ഷേ ഏതെങ്കിലും ഒരു സുന്നത്ത് ആ വെള്ളിയാഴ്ച ആയാൽ അതിന് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഉദാഹരണത്തിന് ദുൽഹജ്ജ് 9 അറഫ നോമ്പ് വെള്ളിയാഴ്ച ആവുക. ദിവസങ്ങളിൽ നോമ്പ് ഹറാമാണ്. 2 പെരുന്നാൾ ദിവസങ്ങളിലും ദുൽഹജ്ജ് 11, 12, 13 ദിവസങ്ങളിലും നോമ്പ് ഹറാമാണ്. നോമ്പിന്റെ ഫർളുകൾ ഏതെല്ലാമാണ്? ആർക്കെല്ലാം അത് ഫർളാകും? പ്രായപൂർത്തിയായ നോമ്പ് പിടിക്കാൻ ശേഷിയും ബുദ്ധിയുമുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും നോമ്പ് പിടിക്കൽ നിർബന്ധമാണ്. നോമ്പിന് 2 ഫർളുകളാണ് ഉള്ളത്. ഒന്ന് നിയത്ത്, 2 നോമ്പ് കുറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. നിയത്ത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ നോമ്പിനും പ്രത്യേക നിയത്ത് നിർബന്ധമാണ്. റമദാൻ മാസം തുടങ്ങുന്നതിന് മുമ്പ് ഈ മാസത്തെ മുഴുവൻ നോമ്പുകളും ഞാൻ പിടിക്കുന്നു എന്ന് നിയത്ത് ചെയ്താൽ മാത്രം പോരാ. ഓരോ നോമ്പിനും പ്രത്യേക നിയത്ത് ചെയ്യേണ്ടതാണ്. നിയത്ത് അർത്ഥം പറയാമോ? നവൈതു സൗമ അദിൻ അൻ ആദായി ഫഹുവ റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ റമദാൻ മാസത്തിലെ ഫർളായ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചു വിടാൻ ഞാൻ നോമ്പിന്റെ സുന്നത്തുകൾ ഏതൊക്കെയാണ്? അത്താഴം കഴിക്കുക. സുബഹിക്ക് മുമ്പ് രാത്രിയുടെ അവസാന സമയത്ത് എന്തെങ്കിലും ആഹാരം കഴിക്കുക. സൂര്യ അസ്തമിച്ച ഉടനെ നോമ്പ് തുറക്കുന്ന കാര്യത്തിൽ വേഗത കാണിക്കുക. ഈത്തപ്പഴം കൊണ്ടോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ നോമ്പ് കുറയ്ക്കുക. കള്ളം, പരദൂഷണം, അസഭ്യം പറയൽ, തർക്കം മുതലായ തിന്മകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക. ഫർളായ പോലെ സുബഹിക്ക് മുമ്പ് തന്നെ കുളിക്കുക. ദുആ ചെയ്യുക. നോമ്പ് തുറക്കുമ്പോഴുള്ള ദുആ ചെയ്യുക. അതുകൊണ്ട് നോമ്പിന് കറാഹത്താകുന്ന അഥവാ നോമ്പ് പിടിക്കൽ നല്ലതല്ലാത്ത ദിവസങ്ങൾ ഏതൊക്കെയാണ്? വെള്ളിയാഴ്ച മാത്രമായി നോമ്പ് പിടിക്കൽ കറാഹത്താണ്. അത് നോമ്പ് സുന്നത്താകുന്ന കാര്യങ്ങൾ ആ ദിവസം വരികയാണെങ്കിൽ ആ കറാഹത്ത് ഒഴിവാകുന്നതാണ്. ഉദാഹരണത്തിന് ദുൽഹജ്ജ് 9 അറഫ നോമ്പ് ആ ദിവസമാവുക. നോമ്പ് കുറയുന്ന കാര്യങ്ങൾ പറയാമോ?
മനഃപൂർവ്വം ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക, മനഃപൂർവ്വം ഛർദ്ദിക്കുക, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അശുദ്ധ രക്തങ്ങൾ പുറപ്പെടുക, ഭ്രാന്താവുക മുതലായ കാര്യങ്ങൾ ഉണ്ടായാൽ നോമ്പ് മുറിയുന്നതാണ്. ചോദ്യങ്ങൾക്കെല്ലാം വളരെ നല്ല നിലയിൽ ഉത്തരം പറഞ്ഞതിന് നാസുവിന് വളരെ നന്ദി. ഇതോടുകൂടി നമ്മുടെ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Wow, that was a fantastic and very informative podcast. Really a great performance, boys. നോമിന്റെ ആത്മീയവും ശാരീരികവുമായ വശങ്ങളെക്കുറിച്ച് വളരെ ആകർഷകമായി ചർച്ച ചെയ്തു. May Allah accept our fasting.